ഹലോ ഗൈസ്, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാൽ കേട്ടോ ഗൈസ്. ഞാൻ ഇന്ന് രാവിലെ കുറച്ച് ന്യൂസുകളുണ്ട് കേട്ടോ ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കണ്ടത് ഗൈസ്, മൊത്തം വണ്ടി ആക്സിഡൻറ്റാണ് കൂടുതലും. ഇന്ന് രാവിലെ കണ്ടതെന്ന് വെച്ചാൽ ഒരു ബൈക്കിൻ്റെ പുറകിൽ ഒരു കാറ് പോയി ഇടിച്ച് ആ ബൈക്ക് സഞ്ചരിച്ച് 2 പേരും മരിച്ചുപോയി ഗൈസ്. പിന്നെ ഈ വീഡിയോ കാണാൻ നിങ്ങളെല്ലാവരും ഏതൊക്കെ വണ്ടികൾ ഉപയോഗിച്ചാലും, അതിപ്പം ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ഓട്ടോ ആയിക്കോട്ടെ, സൈക്കിൾ ആയിക്കോട്ടെ, നമ്മൾ ഏത് വണ്ടി ഉപയോഗിച്ചാലും ഗൈസ് മറ്റുള്ളവർക്ക് ദ്രോഹം ആകാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ വാഹനം ഉപയോഗിക്കണം കേട്ടോ ഗൈസ്. ഇല്ലെങ്കിൽ ഓരോ ദിവസം മരിക്കുന്ന ജീവനുകളുടെ എണ്ണത്തിൽ ഒരു കണക്കുമില്ല ഗൈസ്. നമുക്കറിയത്തില്ല അവരൊക്കെ ആരാന്നൊന്നും നമുക്കറിയത്തില്ലായിരിക്കും. പക്ഷേ അവരുടെ വീട്ടിൽ ഇതുപോലെ ചിലപ്പോൾ അച്ഛനാകാം, അമ്മയാകാം, ആങ്ങളെയാകാം, പെങ്ങളാകാം, അനിയനാകാം, കാമുകിയാകാം, അല്ലെ ഭാര്യയാകാം. അപ്പോൾ അതിൻ്റെ വിഷമം അവർക്കല്ലേ ഗൈസ് അറിയത്തുള്ളൂ. അപ്പം നമ്മുടെ ഒരു പിഴവ് കൊണ്ട് ഒരിക്കലും മറ്റൊരാളുടെ ജീവൻ പോകാതിരിക്കാൻ നമ്മളെല്ലാവരും മാക്സിമം ശ്രമിക്കണം കേട്ടോ ഗൈസ്. എനിക്ക് രാവിലത്തെ ന്യൂസ് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് സത്യം പറഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികൾ, വാഹനങ്ങൾ നിങ്ങളെല്ലാവരും മാക്സിമം ഒരു അപകടം ഉണ്ടാക്കാതെ നോക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ആരെങ്കിലും അപകടകരമായിട്ടുള്ള രീതിക്ക് ഓടിക്കുന്നതോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ഇറങ്ങി ചോദ്യം ചെയ്യണം സത്യം പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾ MVDക്കോ ആർക്കെങ്കിലുമൊക്കെ സത്യം പറഞ്ഞ് നിങ്ങൾ അയച്ചു കൊടുക്കണം. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കുറഞ്ഞ ഒരു ദിവസം ഒരു 10-30 ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ബിൽവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് എൻ്റെ കടയും എൻ്റെ വീടും. അവിടെ നമുക്ക് ഡെയിലി കാണാൻ പറ്റുന്നുണ്ട്. ആംബുലൻസുകൾ ഇതിലെ ചീറിപ്പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. കൂടുതലും ആക്സിഡൻറ്റ് കേസുകളാണ് വരുന്നത്. അപ്പം എനിക്കിന്നൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ കാര്യങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചും നോക്കിയും കണ്ടൊക്കെ വണ്ടി ഓടിച്ച് പോവുക. ഇവിടെ ഞാൻ തന്നെ നിസ്സാരം ഞാൻ പറഞ്ഞില്ലേ, വണ്ടിയെ ഞാൻ പോകുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് വെച്ചിട്ടും ഒരു കല്ല് വന്ന് അടിച്ച് എൻ്റെ മുഖത്ത് തെറിച്ചതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റ് വെച്ച് വെതുക്കെ പോയിട്ട് തന്നെ വന്നൊരു അപകടമാണ്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ സ്പീഡിലായിരുന്നെങ്കിൽ ആ കല്ല് വന്ന് അടിക്കുമ്പോൾ അത് നല്ല വലിപ്പമുള്ളൊരു കല്ല്, അത് ഇതിലേ വന്നതെന്നും എനിക്കറിയത്തില്ല. ഇച്ചിരി ഞാൻ സ്പീഡിലായിരുന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വിടാൻ ഏതെങ്കിലും ലോറിയുടെ അടി കയറി നമ്മുടെ കാര്യം കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും സൂക്ഷിക്കുക ഗൈസ്. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ഉപദ്രവം ഉണ്ടാകാൻ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നമുക്കൊരു ഉപദ്രവം വരാൻ നമ്മൾ നോക്കുക. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ കേട്ടോ ഗൈസ്.